എന്തോ വേണ്ടേ? അങ്കൻവാടിയിൽ ടീച്ചർ ഇപ്പം ബിരിയാണി ഒക്കെ തന്നു വന്നിട്ട്. എന്റെ സുഹൃത്തുക്കളെ, അങ്കണവാടിയിലത്തെ മെനു മാറ്റണം എന്ന് പറഞ്ഞിട്ട് കുറച്ചു നാൾക്ക് മുമ്പാണ് ഈ ഒരു കൊച്ച് ഒരു വീഡിയോയിൽ വന്നത്. അമ്മ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അപ്പൊ അവൻ പറഞ്ഞു ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഈ ബിരിയാണി വേണമെന്ന് പറഞ്ഞ സംഗതി പെട്ടെന്ന് വൈറലാവുന്നു. അവസാനം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മന്ത്രി വരുന്നു. LDFന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളുടെ ഭക്ഷണ മെനു തന്നെ മാറ്റുന്നു. നമ്മുടെ ജയിലത്തെ മെനുവിന് അതിഗംഭീരമാണ്. അങ്ങനെ ഈ അങ്കണവാടി കൊച്ചുങ്ങളുടെ മെനു മുഴുവൻ മാറ്റുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ബിരിയാണി കൊടുക്കണം എന്നൊരു തീരുമാനമാവുന്നു. ആഴ്ചയിലോ മാസത്തിൽ ഒരിക്കലെങ്കിലും ബിരിയാണി അവർക്ക് നിർബന്ധമാക്കുന്നു. അത് ചിക്കൻ ബിരിയാണി ആവാം, വെജ് ബിരിയാണി ആവാം, അല്ലെങ്കിൽ കോഴിമുട്ട ബിരിയാണി ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ബിരിയാണി അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലെ ആ ഒരു അങ്കനവാടിത്തെ കുട്ടികൾക്കൊക്കെ അത് കിട്ടുന്നുണ്ട്. ഭക്ഷണ മെനു നല്ല മാറിയിട്ടുണ്ട്. 24 മണിക്കൂറും ഭക്ഷണം മാത്രം ഉണ്ടാക്കാൻ മാത്രമായിട്ടാണ് ആയമാരെ ആകെ കുടുങ്ങിക്കിടക്കാന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. ശരി, ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് വേറൊരു അത്ഭുതമാണ്. കണ്ടേക്ക്. 8 രൂപ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? അതൊരിക്കലും ശരിയല്ല. നമ്മളൊരു പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം നടപ്പിൽ വരുത്താൻ എന്ത് വേണം, അതിന് ഭൗതിക സാഹചര്യം ഒരുക്കിയിട്ടേ പ്രഖ്യാപനം നടത്താവല്ലോ. എന്റെ ഒരു വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആ പാവം കുഞ്ഞുങ്ങളുടെ ബിരിയാണി അടക്കം മുട്ടുമോ എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ബിരിയാണി, കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന കോഴിമുട്ട, അവർക്ക് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ, ഈ സംഗതികളൊക്കെ നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന കൺഫ്യൂഷൻ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, അവരാണ് ഈ ഇതിൻ്റെയൊക്കെ മന്ത്രി. എന്തായാലും ആ മന്ത്രി പറയുന്നത് 8 രൂപ മാത്രമാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അത് കൊടുത്തോണ്ട് എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്തായാലും സംഗതി ഇത്രയേ ഉള്ളൂ. അവര് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പോകുന്നു. നല്ല കാര്യമാണ് കേട്ടോ. 8 രൂപ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കില്ല. 8 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8 രൂപ മാറ്റിയിട്ട് ഒരു 100-200 കൊടുക്കട്ടെന്നേ. നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യമല്ലേ ഇവരെന്നെ പറയുന്ന. നോക്കൂ, കൈയടി വാങ്ങാൻ പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല. അന്ന് സംഭവിച്ചത് അതാണ്. ഏതൊരു നാടിന്റെ സമ്പത്ത് കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞുങ്ങളെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. VD സതീശൻ മന്ത്രിസഭയിലെ എന്തായാലും ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമൊക്കെ ഗവൺമെന്റിനോട് ഒരു സംശയമില്ല. ആ ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇപ്പൊ തന്നെ VD സതീശൻ ഗവൺമെന്റ് വന്നപ്പോൾ ആർജവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കേരയിൽ എന്ന് പറയുന്ന പദ്ധതി ഉപേക്ഷിച്ചു. ഇനിയിപ്പോ നിങ്ങളൊക്കെ വന്നിട്ട് എന്തൊക്കെ ചെയ്യുമെന്നാണ് ഞങ്ങൾ അറിയിക്കേണ്ടത്. സോറി, അങ്ങനെയല്ല, എന്തൊക്കെയാണ് നിർത്താൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ആളുകൾ മുഴുവൻ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം. ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് ക്യാബിനറ്റിൽ ഞങ്ങൾ തീരുമാനമെടുത്തു. ഒരു കാര്യം ഉറപ്പാണ്, UDF മന്ത്രിസഭയുടെ കയ്യൊപ്പ് ഈ 100 ദിവസത്തിനുള്ളിൽ ചാർത്തപ്പെടും. അത്രമേൽ ജനപ്രിയമായ പരിപാടികളുമായി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ സാധാരണ ജനവിഭാഗം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ശരി, അതവിടെ കിടക്കട്ടെ. എനിക്ക് ആ കുഞ്ഞുങ്ങളെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. വ്യത്യസ്തമായി പഠിച്ചില്ല, അതായത് ഇന്നെല്ലാം അറിഞ്ഞുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നല്ലൊരു തൊഴിൽ സംസ്കാരം കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീട് കയറി ഇറങ്ങുമ്പോൾ പല വീട്ടിലും ചെറുപ്പക്കാരിൽ രക്ഷിതത്വം ഇവിടെ ഉറപ്പുണ്ട് എങ്കിൽ പ്രഖ്യാപനം നടപ്പിൽ വരുത്താൻ എന്ത് വേണം, അതിന് ഭൗതിക സാഹചര്യം ഒരുക്കിയിട്ടേ പ്രഖ്യാപനം നടത്താവൂ. അല്ലെ കൈയടി വാങ്ങാൻ പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല. അന്ന് സംഭവിച്ചത് അതാണ്. നമ്മൾ ആ പ്രഖ്യാപനവുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ പണം നൽകിക്കൊണ്ട് ഈ അംഗൻവാടികളിൽ ബിരിയാണി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും. അത് പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഡിപ്പാർട്ട്മെന്റിലേക്കൊന്ന് പഠനം നടത്തിയതിനു ശേഷം. അടിപൊളി. അപ്പൊ എന്റെ പൊന്നു കിടാങ്ങളെ, നിങ്ങളെ കാര്യം മൂഞ്ചി. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്താണ് ബിരിയാണി അടക്കമുള്ള സംഗതികൾ ഇനി കിട്ടാനുള്ള സാധ്യത കുറവ്. ഇവർ പഠനം നടത്താൻ പോവുകയാണ്. ഈ പഠനം പെട്ടെന്ന് തീരൂല. വലിയ ഡയലോഗൊക്കെ പറഞ്ഞു. 8 രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞ് ബിരിയാണി ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് ഗംഭീര ഡയലോഗൊക്കെ അടിച്ചു. പക്ഷേ ആ ഒരു ബിരിയാണി എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾ തുടരുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ നോക്കൊരു ആർജമുള്ള മന്ത്രി നിലയ്ക്ക് തുടരും. ബിരിയാണി എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അത് നല്ല ചിക്കൻ ബിരിയാണി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉത്തരവിടും എന്നല്ലേ പറയണ്ടേ? അല്ലേ? അപ്പോഴല്ലേ ജനങ്ങൾക്ക് ഒരു ഉഷാറുണ്ടാവുള്ളൂ. അതിന് പകരം ഇവരെന്താ പറഞ്ഞേ കേട്ടോക്കിയേ. വരുത്താൻ എന്ത് വേണം, അതിന് ഭൗതിക സാഹചര്യം ഒരുക്കിയിട്ടേ പ്രഖ്യാപനം നടത്താവൂ. അല്ലെ കൈയടി വാങ്ങാൻ പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല. അന്ന് സംഭവിച്ചത് അതാണ്. നമ്മൾ ആ പ്രഖ്യാപനവുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ പണം നൽകിക്കൊണ്ട് ഈ അംഗൻവാടികളിൽ ബിരിയാണി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും. അത് പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയൂ. അത് പരിശോധിച്ചിട്ട് എന്നിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പദ്ധതിയും മൂഞ്ചി. അതിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊന്ന് പഠനം നടത്തിയതിനു ശേഷം സാധ്യതകൾ പരമാവധി പറഞ്ഞതിനോട് ഒരു കാര്യം ഉറപ്പാണ്, ഏതൊരു നാടിന്റെ സമ്പത്ത് കുഞ്ഞുങ്ങളാ.
അതൊക്കെ ശരിയാണ്. അവർക്ക് ഏറ്റവും നല്ല രീതി വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് നിറവേറ്റുന്നതിനായി തീർച്ചയായും നല്ല പദ്ധതികളും പരിപാടികളും നടപ്പാക്കും. ഈ വനിതകൾ പല പാടച്ചോനെ. എന്തായാലും പറയുന്നത് കുഞ്ഞുങ്ങളാണ് നാടിന്റെ സമ്പത്ത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാ നല്ല പദ്ധതികളും തയ്യാറാക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കുഞ്ഞുങ്ങളുടെ ബിരിയാണിയുടെ കാര്യത്തിൽ ഒരു പഠനം നടത്തട്ടെ എന്ന് പറയുന്നത്. ഇനി ആ പഠനമൊക്കെ നടത്തിയിട്ട് സ്വാഭാവികമായിട്ടും പറയുന്നത് എന്താണ്, ഗജരാമില് പൂച്ചയോ പശുവോ പട്ടിയോ എന്തൊക്കെയോ പെറ്റിയെടുക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ പെറ്റിയെടുത്തിട്ട് ആ പട്ടികൾ അല്ലെങ്കിൽ ആ പൂച്ചകൾ ആ പശുക്കൾ ആ ഒരു കുട്ടിയുമായിട്ട് അവിടുന്ന് പോയിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭക്ഷണ സാധനങ്ങളടക്കം ഈ കോൺഗ്രസ് കൈയിട്ട് വരുമോ? കുഞ്ഞുങ്ങൾക്ക് ഇനി കാര്യമാത്ര പ്രസക്തമായിട്ട് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഭക്ഷണ സാധനങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രം ഇനി ആളുകളുടെ നിലയിൽ നിന്നാൽ മതി. എന്തായാലും ഇവർ പഠനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തത്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്താ സംശയം? കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി മാത്രമല്ല അതിനേക്കാൾ നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നല്ല പറയണ്ടേ. അതിന് പകരമായിട്ട് ഇവർ അന്വേഷണം നടത്താൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അത് പഠിക്കാൻ നിൽക്കുകയാണ്. ഈ പഠനം എന്ന് തീരുമാവോ? ഈ പഠനമൊക്കെ തീർന്നിട്ട് എന്നാണോ ഈ പദ്ധതി പ്രഖ്യാപിക്കുക എന്നറിയില്ല. അപ്പോഴത്തേനും ഈ വർഷത്തെ കുഞ്ഞുങ്ങളൊക്കെ 1ാം ക്ലാസ്സിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും. എങ്ങനെയുണ്ട്? ജനങ്ങൾ നിങ്ങൾക്ക് വലിയ മനസ്സിലാവുണ്ടാ? അനുഭവിച്ചോളി.